കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇൻഡോ പസഫിക് റീജിയൻ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചൈന ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവാണ്. അപ്പോൾ ചൈന പാലം പണിയുന്നതിനോ റോഡ് പണിയുന്നതിനോ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നമുണ്ട്. ഈ പണിയുന്നത് അവരുടെ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ നമ്മുടെ സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ല. ഈ സ്ഥലത്തിന്റെ പേര് ഷക്സ്ഗം വാലി എന്നാണ്. കുറച്ചധികം വടക്കോട്ട് പോകണം. വടക്കോട്ടെന്ന് പറയുമ്പോൾ കഥ കുറച്ച് പിന്നിലോട്ടും പോകണം. 1947-48 വർഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ച സ്ഥലം പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഷക്സ്ഗം വാലി. എന്നാൽ പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചരിത്രം മാറുവാണ്. 1962 ഇന്ത്യയും ചൈനയുമായിട്ട് വാർ നടക്കുന്നു. വാറിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ പാകിസ്ഥാൻ ഈ പറഞ്ഞ ഷക്സ്ഗം വാലി എന്ന് പറയുന്ന POKയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന സ്ഥലം ഫ്രീ ആയിട്ട് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിപ്പോൾ എന്താ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാനെന്ന് ചോദിച്ചാൽ അതത്ര ചെറിയ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ സംഗതി ഇത്രേ ഉള്ളൂ. ഈ ജമ്മു കാശ്മീർ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് പിടിച്ചിറങ്ങി പോരില്ലല്ലേ. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് മൂന്നാമതൊരാൾ കൂടി അതിനകത്തുണ്ടെങ്കിലോ കുറച്ചുകൂടെ ബലം വരും. അങ്ങനെ 1963 ഷക്സ്ഗം വാലി എന്ന സ്ഥലം ചൈനയ്ക്ക് പാകിസ്ഥാൻ സീഡ് ചെയ്തു. അതിനുശേഷം മുതൽ ഇങ്ങോട്ട് ചൈനയും പാകിസ്ഥാനും ഓൾ വെതർ അലയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. കാരണം ചൈനയുടെ ഏതാണ്ട് 1962 ശേഷം മുതലൊക്കെയുള്ള വലിയൊരു സ്വപ്നമാണ് ഈ പറഞ്ഞ ഷക്സ്ഗം വാലിയെയും അവരുടെ കൈവശം ഇരിക്കുന്ന ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന സ്ഥലമായിട്ടുള്ള അക്സായി ചിന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു റോഡ് പണിയുക എന്നുള്ളത്. ഈ റോഡ് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ കടന്നു പോകുന്നത് നമ്മുടെ വളരെ പരമപ്രധാനമായ മറ്റൊരു പ്രദേശത്തു കൂടിയാണ്. അതായത് വർഷം തോറും 36 അടിയിൽ കൂടുതൽ മഞ്ഞ് പെയ്യുന്ന, സമുദ്രനിരപ്പിൽ നിന്നും 25,000 അടിക്ക് മുകളിൽ ഉയരത്തിൽ നിൽക്കുന്ന, വളരെ ബുദ്ധിമുട്ട് സഹിച്ച് മാത്രം ആ സ്ഥലം കൈവശം വെക്കാൻ സാധിക്കുന്ന, സൈനികപരമായി വളരെ പ്രയാസപ്പെട്ട് മാത്രം പട്ടാളക്കാർക്ക് അതിജീവനം സാധ്യമാകുന്ന സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തിന് അടുത്തുകൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഏതാണ്ട് കൺസ്ട്രക്ഷൻ ഇതിന്റെ 50 കിലോമീറ്റർ അടുത്തെത്തി എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ചൈനയുടെ ഈ ഒരു ഉദ്യമം നമ്മൾ സാധിച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ ചൈന ഈ കൺസ്ട്രക്ഷനുമായിട്ട് മുമ്പോട്ട് പോയാൽ എന്തായാലും നമ്മൾ അതിനെ തടയും എന്നാണ് പറയുന്നത്. കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 2017 ദോക്ലാം ക്രൈസിസിന് ശേഷം, അതായത് ഇന്ത്യ, ചൈന, ഭൂട്ടാൻ ഈ 3 രാജ്യങ്ങളുടെ ഒരു ട്രൈ ജംഗ്ഷൻ റീജിയനാണ് ഈ ദോക്ലാം. ഒരു സുപ്രഭാതത്തിൽ ഭൂട്ടാന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചൈന കടന്നു വരികയാണ് വളരെ അഗ്രസീവായിട്ട്. അങ്ങനെ കയറി വരുന്ന ചൈന അവിടെ റോഡും പാലങ്ങളും നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയാണ് അതിനെതിരെ രംഗത്തെത്തുന്നത്. ഇന്ത്യൻ ഫോഴ്സും ചൈനീസ് ഫോഴ്സും തമ്മിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സ്റ്റാൻഡ് ഓഫ് അവിടെ നടക്കുകയാണ്. അതിനുശേഷം ചൈന നാണം കെട്ട് പിന്മാറുകയാണ്. ഇതിനുശേഷം പിന്നീട് ഗാൽവൻ വാലിയിൽ അടക്കമുണ്ടായ സംഭവങ്ങൾ, ഈ അടുത്ത് അരുണാചൽ പ്രദേശിലെ തവാങ് റീജിയനിൽ കൂടി അകത്തേക്ക് കടക്കാൻ ചൈനീസ് പട്ടാളം ശ്രമിച്ച സംഗതി അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായി ഇന്ത്യയെ കുത്താൻ വേണ്ടി ചൈന ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ശാശ്വത പരിഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇന്ത്യ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ ഷക്സ്ഗം വാലി കൺസ്ട്രക്ഷൻ ഏത് ലെവലിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇനി മുന്നോട്ട് പോകുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.